നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വേൾഡ് കപ്പ് അങ്ങ് അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ, അങ്ങ് നോർത്ത് അമേരിക്കാവിൽ നടക്കുമ്പോൾ യൂറോപ്പിൽ നിന്ന് യുവേഫ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി. മറ്റൊന്നുമല്ല, സൊമാലി റഫറി ഒമർ ആർട്ടൻ യുവേഫ സൂപ്പർ കപ്പ് ഒഫീഷ്യേറ്റ് ചെയ്യും. യുവേഫ സൂപ്പർ കപ്പിൽ PSG-യും ആസ്റ്റൺ വില്ലയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഓഗസ്റ്റ് 13 പുലർച്ചെ 12:30 റെഡ് ബുൾ അറീന, സാൽസ്ബർഗിലെ റെഡ് ബുൾ അറീനയിലാണ് ആ കളി നടക്കുക. നമുക്കറിയാം, അത് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാരും അതുപോലെ തന്നെ പിന്നെ യൂറോപ്പ ലീഗിലെ ചാമ്പ്യന്മാരും തമ്മിലുള്ള പോരാട്ടമാണ് യുവേഫ സൂപ്പർ കപ്പ്. ആ മത്സരം നിയന്ത്രിക്കാനാണ് ഇപ്പോൾ അദ്ദേഹത്തെ അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാലോ, CAF-ൻ്റെ, അതായത് ആഫ്രിക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ മികച്ച റഫറിക്കുള്ള പുരസ്കാരം 2025 നേടിയ മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും മികച്ച റഫറി എന്ന രൂപത്തിൽ വേൾഡ് കപ്പ് നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് ഫിഫ അവസരം കൊടുത്തു. അങ്ങനെ അദ്ദേഹം വേൾഡ് കപ്പ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ ലാൻഡ് ചെയ്തു. അമേരിക്കൻ ഇമിഗ്രേഷൻ ടീം അദ്ദേഹത്തെ തിരിച്ച് നാട് കടത്തി. വേറെ നാട് കടത്തിയല്ല, 10-11 മണിക്കൂർ സമയം ചോദ്യം ചെയ്തു. 3-4 മണിക്കൂർ നേരം തന്നെ ഐസൊലേറ്റഡ് ആയിട്ടൊരു സെല്ലിലിട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സെല്ലിൽ ഹെൽഡ് ചെയ്തു എന്നാണ്, അതായത് തടവിലിട്ടു എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് അയാൾ ട്രാൻസിറ്റിലാണ് പോയിരുന്നത്. അതായത് തുർക്കിയിൽ നിന്നായിരുന്നു അങ്ങോട്ടുള്ള ഫ്ലൈറ്റ്, തിരിച്ച് തുർക്കിയിലേക്ക് തന്നെ വിട്ടു. വേൾഡ് കപ്പ് നിയന്ത്രിക്കാൻ വന്നയാളെയാണ് ഇങ്ങനെ കൈകാര്യം ചെയ്തത്. സ്വാഭാവികമായിട്ടും ഫുട്ബോൾ ലോകത്ത് വലിയ പ്രതിഷേധമുണ്ടായി. ജിയാനി ഇൻഫാന്റിനോ നടത്തിയ, അതായത് ഫിഫയുടെ പ്രസിഡന്റ് നടത്തിയ പത്രസമ്മേളനത്തിൽ BBC-യുടെ ജേർണലിസ്റ്റ് എഴുന്നേറ്റ് ചോദിച്ചു, ഹേ മനുഷ്യ, താങ്കൾക്ക് നാണമില്ലേ? നിങ്ങളുടെ ടൂർണമെൻ്റ് അല്ലേ ഇത്, നിങ്ങൾക്കതിന് മേലെ ഒരു കൺട്രോളും ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ഈ വിഷയം എടുത്തിട്ടു. അതിന് ജിയാനി ഇൻഫാന്റിനോ പറഞ്ഞ മറുപടിയുണ്ട്, ഞങ്ങൾ ലോകത്തെ രാജാക്കന്മാരൊന്നുമല്ല, ഓരോ രാജ്യത്തും ആരൊക്കെയാണ് കടക്കേണ്ടതെന്ന് ആ രാജ്യക്കാരാണ് തീരുമാനിക്കുന്നത്. 2035 നിങ്ങൾ BBC അല്ലേ, ബ്രിട്ടനിലാണല്ലോ വനിതാ വേൾഡ് കപ്പ് നടക്കുന്നത്, അന്ന് അങ്ങോട്ടൊക്കെ ആർക്ക് എൻട്രി കൊടുക്കണ്ടെന്ന് ഫിഫക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അതത് രാജ്യമാണത് തീരുമാനിക്കുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ചിലപ്പോൾ സൊല്യൂഷൻ ഉണ്ടാവും, ചിലപ്പോൾ സൊല്യൂഷൻ ഉണ്ടാവില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന തരത്തിലാണ് അന്ന് ജിയാനി ഇൻഫാന്റിനോ പ്രതികരിച്ചത്. വലിയ രൂപത്തിലത് വിവാദമൊക്കെ ആയി. ഫിഫയുടെ ഒരു നിലപാട് പലരും ചോദ്യം ചെയ്യുകയും ചെയ്തു. കാരണം ഈ വേൾഡ് കപ്പ് ആ രാജ്യത്തിന്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന രാജ്യത്തിന് അവാർഡ് ചെയ്യുമ്പോൾ ഇൻഫാന്റിനോ പറഞ്ഞിരുന്നൊരു കാര്യം അതാണ്, അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാനും മറ്റുമൊക്കെ ഈ ഹൈ ലെവൽ അത്ലറ്റ്സൊക്കെ എത്താനും അത് നിയന്ത്രിക്കുന്ന ഒഫീഷ്യൽസ് എത്താനും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ഈ വേൾഡ് കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുണൈറ്റ് ദി വേൾഡ്, ലോകത്ത് ഒരുമിച്ച് കൂട്ടുക എന്നൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ച് ഡിവൈസ് ചെയ്യുന്ന ഒരവസ്ഥയാണ്, ഡിവിഷൻ നടക്കുന്ന ഒരവസ്ഥയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ അതിനോട് ഫിഫ ചെയ്ത, അല്ലെങ്കിൽ ഫിഫ അതിൽ നിർലജ്ജം കൈമലർത്തിയ വിഷയത്തിൽ ഇതാ യുവേഫയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക്, ഒരു ഗോൾഡൻ ഗോൾ എന്ന് പറയാവുന്ന ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഫിഫ അങ്ങനെ വേൾഡ് കപ്പിൽ നിന്ന് ഒഴിവാക്കിയ റഫറിയെ കൊണ്ട് തന്നെ ഞങ്ങൾ യുവേഫ സൂപ്പർ കപ്പ് നിയന്ത്രിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.